നമസ്കാരം. ജാതക കഥകളിലെ 99ാമത്തെ കഥ ബ്രാഹ്മണനും സർപ്പവും. ജനകൻ വാരണാസിയിലെ രാജാവാണ്. സേനകൻ എന്ന പേരിൽ ബ്രാഹ്മണനായി ജനിച്ച ബോധിസത്വനാണ് മന്ത്രി. ആത്മീയവും ലൗകികവുമായ കാര്യങ്ങളിലെല്ലാം സേനകൻ്റെ ഉപദേശം സ്വീകരിച്ച് രാജാവ് ധാർമ്മിക ജീവിതം നയിച്ചുവന്നു. അക്കാലത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ ജനക മഹാരാജാവിൻ്റെ അടുത്തെത്തി. 1000 പൊൻപണം ഭിക്ഷ ചോദിച്ചു. രാജാവ് അത് നൽകി. ആ പണം അയാൾ പരിചയമുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് വീണ്ടും ഭിക്ഷാടനത്തിന് പോയി. ആ വീട്ടുകാർ ദാരിദ്ര്യം മൂലം പണമെടുത്ത് ചിലവഴിച്ചു. കുറേ കാലം കഴിഞ്ഞ് വൃദ്ധബ്രാഹ്മണൻ തിരിച്ചു വന്ന് പണം ചോദിച്ചു. പക്ഷെ തിരിച്ചു കൊടുക്കാൻ പണമെവിടെ? അതിനു പകരമായി ഗൃഹനായകനായ ബ്രാഹ്മണൻ തൻ്റെ മകളെ വൃദ്ധന് നൽകി. അയാൾ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ച് ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വൃദ്ധനായ ഭർത്താവിനോട് മടുപ്പ് തോന്നിയ അവൾ അടുത്തുള്ള ഒരു ബ്രാഹ്മണ യുവാവുമായി ഇഷ്ടത്തിലായി. പക്ഷേ ഭർത്താവ് എപ്പോഴും വീട്ടിലുണ്ട്. അതുകൊണ്ട് യുവാവുമായി സ്വതന്ത്രമായി മേളിക്കാൻ കഴിയുന്നില്ല. അതിന് അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് വീട്ടിലെ പണിയെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല. അങ്ങൊരു പരിചാരകയെ ഏർപ്പാട് ചെയ്തു തരൂ. പ്രിയെ, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് പരിചാരികയെ വയ്ക്കുന്നത്? അങ്ങ് ഭിക്ഷാടനം നടത്തൂ, അപ്പോൾ പണം കിട്ടും. അവൾ ഉടനെ പ്രതിവിധി നിർദ്ദേശിച്ചു. ശരി, നീ എൻ്റെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തുകൊള്ളൂ. അയാൾ സമ്മതിച്ചു. അവൾ കുറച്ച് വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും തയ്യാറാക്കി അത് ഒരു തുകൽ സഞ്ചിയിലാക്കി ഭർത്താവിനെ ഏൽപ്പിച്ചു. ബ്രാഹ്മണൻ ഭിക്ഷാടനത്തിനായി യാത്രയായി. ഗ്രാമങ്ങളും പട്ടണങ്ങളും പിന്നിട്ട് അപ്പോഴേക്കും 700 പൊൻപണം കിട്ടി. അത്രയുമായപ്പോൾ അയാൾ കരുതി, ആണും പെണ്ണുമായി ഓരോ അടിമയെ വാങ്ങാൻ ഇത്രയും പണം മതി, ഇനി മടങ്ങിപ്പോകാം. അയാൾ മടക്കയാത്ര ആരംഭിച്ചു. വെള്ളം കിട്ടാൻ സൗകര്യമുള്ള ഒരിടത്ത് വന്നപ്പോൾ അയാൾ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. സഞ്ചി തുറന്ന് ഭക്ഷണമെടുത്ത് കഴിച്ചു. സഞ്ചി അടയ്ക്കാതെ വെള്ളം കുടിക്കാൻ പോയി. ആ സമയത്ത് മരത്തിൻ്റെ പൊത്തിൽ നിന്നും ഒരു കൃഷ്ണസർപ്പം പുറത്തു വന്നു. ഭക്ഷണത്തിൻ്റെ മണം പിടിച്ച് അത് തുറന്നിരുന്ന സഞ്ചിക്കുള്ളിൽ കയറിപ്പറ്റി. വെള്ളം കുടിച്ചിട്ട് വന്ന ബ്രാഹ്മണൻ സഞ്ചിയുടെ വായ് കെട്ടി തോളിലിട്ടുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോൾ ആ വൃക്ഷത്തിൽ വസിച്ചിരുന്ന ഒരു വനദേവത അശരീരിയായി പറഞ്ഞു, ബ്രാഹ്മണ, ഇന്ന് രാത്രി വഴിയിൽ തങ്ങുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും. ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങളുടെ ഭാര്യ മരിക്കും. അത് കേട്ട് അയാൾ ആകെ പേടിച്ചു. മരണഭയം കൊണ്ട് വിറച്ചു. കരഞ്ഞും വിങ്ങിപ്പൊട്ടിയും അയാൾ വാരണാസി നഗരത്തിലെത്തി. അന്ന് സേനകൻ ധർമ്മോപദേശം നടത്തുന്ന ദിവസമായിരുന്നു. ധാരാളം ആളുകൾ ഉപദേശം കേൾക്കാൻ പോയിക്കൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ബ്രാഹ്മണൻ വിചാരിച്ചു, ഇവരെല്ലാം ഉപദേശം തേടിപ്പോകുന്ന ജ്ഞാനിയുടെ അടുത്ത് ചെന്നാൽ എൻ്റെ ഭയത്തിനും പരിഹാരമുണ്ടാകും. അങ്ങോട്ട് പോവുക തന്നെ. അയാളും അവരോടൊപ്പം പോയി. കൊട്ടാരത്തിനടുത്തുള്ള അലങ്കരിച്ച വിശാലമായ മണ്ഡപത്തിൽ മാന്തോലിൽ ഇരുന്ന് ബോധിസത്വൻ ധർമ്മോപദേശം നടത്തുകയാണ്. രാജാവും പരിവാരങ്ങളും ഉൾപ്പെടെ ധാരാളം ആളുകൾ ചുറ്റും ശ്രദ്ധയോടെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. മരണഭയം കൊണ്ട് വിറയ്ക്കുന്ന ബ്രാഹ്മണൻ മണ്ഡപത്തിൻ്റെ വാതിൽക്കലെത്തി ശങ്കിച്ചു നിന്നു. സ്വർഗത്തിൽ നിന്ന് ഗംഗ ഒഴുകി വരുന്നത് പോലെ, അമൃതിൻ്റെ പ്രവാഹം പോലെ ബോധിസത്വൻ ധർമ്മോപദേശം തുടർന്നു. ജനങ്ങൾ ആ ഉപദേശം കേട്ട് നിർവൃതിയിൽ ലയിച്ചിരിക്കുന്നു. അനുഗ്രഹത്തിനായി ബോധിസത്വൻ കണ്ണു തുറന്നു. അപ്പോൾ വാതിൽക്കൽ വിഷണ്ണനായി നിൽക്കുന്ന ബ്രാഹ്മണനെ കണ്ടു. ക്രാന്തദർശിയായ ബോധിസത്വൻ വിചാരിച്ചു, ഇവിടെ എല്ലാവരും എൻ്റെ ഉപദേശം കേട്ട് സന്തുഷ്ടരായിരിക്കുന്നു. ഈ ബ്രാഹ്മണൻ മാത്രം ദുഃഖിതനായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ ദുഃഖം ഒഴിക്കണം. ബോധിസത്വൻ ബ്രാഹ്മണനെ അടുത്തേക്ക് വിളിച്ചു. നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ധൈര്യമായി പറയൂ. ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോയാൽ എൻ്റെ ഭാര്യ മരിക്കുമെന്നും വഴിയിൽ തങ്ങിയാൽ ഞാൻ തന്നെ മരിക്കുമെന്നും ഒരശരീരി കേട്ടു. അതാണ് എന്നെ ദുഃഖിപ്പിച്ചത്. എന്താണതിൻ്റെ പൊരുൾ? ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ട് ബോധിസത്വൻ കുറച്ചു നേരം ചിന്താധീനനായി. പല കാരണങ്ങളാലും മരണമുണ്ടാകാം. രോഗം പിടിച്ചോ, വെള്ളത്തിൽ വീണോ, ആയുധം കൊണ്ടോ, വിഷം കഴിച്ചോ മരിക്കാം. പക്ഷേ ഈ ബ്രാഹ്മണൻ മരിക്കാൻ എന്താവും ഹേതു? അപ്പോഴാണ് ബോധിസത്വൻ ബ്രാഹ്മണൻ്റെ തോളിലെ സഞ്ചി കണ്ടത്. അദ്ദേഹം ആലോചിച്ചു, ഇയാൾ വല്ല മരച്ചുവട്ടിലും ഇരുന്ന് സഞ്ചി തുറന്ന് ഭക്ഷണമെടുത്ത് കഴിച്ചു കാണും.
എന്നിട്ട് സഞ്ചി അടയ്ക്കാതെ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടാവും. അതിനിടയിൽ ഭക്ഷണത്തിൻ്റെ മണം പിടിച്ച് ഒരു സർപ്പം സഞ്ചിക്കുള്ളിൽ കയറിപ്പറ്റിയിരിക്കണം. അതറിയാതെ ഇയാൾ സഞ്ചിയും അടച്ച് തോളത്തിട്ടുകൊണ്ട് വരികയാണ്. രാത്രി വഴിയിൽ തങ്ങുകയാണെങ്കിൽ ആഹാരമെടുക്കാനായി സഞ്ചിയിൽ കൈയിടും. അപ്പോൾ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കും. ഇന്ന് തന്നെ വീട്ടിലെത്തുകയാണെങ്കിൽ സഞ്ചി ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. അതിനുള്ളിൽ എന്തുണ്ടെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൾ സഞ്ചിയിൽ പരതും. അങ്ങനെയെങ്കിൽ സർപ്പത്തിൻ്റെ കടിയേറ്റ് അവൾ മരിക്കും. ഇങ്ങനെയെല്ലാം ആലോചിച്ച ബോധിസത്വൻ ബ്രാഹ്മണനോട് ചോദിച്ചു, ബ്രാഹ്മണ, ഈ സഞ്ചിയിൽ ഭക്ഷണമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സ്വാമി, ബ്രാഹ്മണൻ പറഞ്ഞു. നിങ്ങൾ ഇന്ന് വഴിയിൽ വെച്ച് സഞ്ചിയിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചോ? ഉവ്വ്. എവിടെ ഇരുന്നാണ് കഴിച്ചത്? കാട്ടിൽ, ഒരു മരച്ചുവട്ടിൽ. ആഹാരം കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയപ്പോൾ നിങ്ങൾ സഞ്ചി അടച്ചിരുന്നോ? ഇല്ല സ്വാമി. തിരിച്ചു വന്ന് സഞ്ചിക്കുള്ളിൽ നോക്കിയിട്ടാണോ നിങ്ങൾ അത് അടച്ചത്? അല്ല. എന്നാൽ ബ്രാഹ്മണ, നിങ്ങൾ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു സർപ്പം ഈ സഞ്ചിക്കുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ സഞ്ചിയുടെ വായഴിച്ച് താഴെ വെച്ച് ഒരു വടി കൊണ്ട് ഒന്ന് തട്ടിയാൽ സർപ്പം പുറത്തു വരും. ബോധിസത്വൻ്റെ വാക്കുകൾ കേട്ട ബ്രാഹ്മണൻ അതുപോലെ ചെയ്തു. തട്ടുകൊണ്ട് കോപിച്ച കൃഷ്ണസർപ്പം സഞ്ചിയിൽ നിന്ന് പത്തി ഉയർത്തിക്കൊണ്ട് പുറത്തു വന്നു. അത് ആൾക്കൂട്ടത്തിൻ്റെ നേരെ ചീറ്റാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പ് പിടുത്തക്കാരൻ സർപ്പത്തെ പിടിച്ച് കാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. എല്ലാവരും ബോധിസത്വൻ്റെ ബുദ്ധിവൈഭവത്തിൽ അത്ഭുതപ്പെട്ടു. ബ്രാഹ്മണൻ ബോധിസത്വൻ്റെ മുമ്പിലെത്തി നമസ്കരിച്ചു. എൻ്റെയും ഭാര്യയുടെയും ജീവൻ രക്ഷിച്ചത് അങ്ങാണ്. ദയവായി ഈ ദക്ഷിണ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 700 പൊൻപണവും ബോധിസത്വൻ്റെ കാൽക്കൽ വെച്ചു. പ്രതിഫലം സ്വീകരിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ ധനം നിങ്ങൾ തന്നെ വെച്ചുകൊള്ളൂ എന്നായി ബോധിസത്വൻ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാജാവ് ബ്രാഹ്മണന് 300 പൊന്നാണയങ്ങൾ കൂടി കൊടുത്തു. അങ്ങനെ അയാളുടെ കയ്യിൽ 1000 പൊൻപണമായി. അപ്പോൾ ബോധിസത്വൻ ബ്രാഹ്മണനോട് ചോദിച്ചു, നിങ്ങളെ ഭിക്ഷാടനത്തിന് അയച്ചത് ആരാണ്? എൻ്റെ ഭാര്യയാണ് സ്വാമി. നിങ്ങളുടെ ഭാര്യ ചെറുപ്പമാണോ അതോ പ്രായമുള്ളവളാണോ? ചെറുപ്പക്കാരിയാണ് സ്വാമി. എങ്കിൽ നിങ്ങളുടെ ഭാര്യ അവളുടെ കാമുകനുമായി സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയാണ് നിങ്ങളെ ഭിക്ഷാടനത്തിന് അയച്ചത്, സംശയമില്ല. നിങ്ങൾ പാടുപെട്ടുണ്ടാക്കിയ പണവുമായി നേരെ വീട്ടിൽ പോയാൽ അവളത് കാമുകന് നൽകും. അതുകൊണ്ട് ഏതെങ്കിലും മരച്ചുവട്ടിൽ പണം കുഴിച്ചിട്ടിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. ബോധിസത്വൻ്റെ ഉപദേശം ബ്രാഹ്മണൻ സ്വീകരിച്ചു. ഗ്രാമത്തിനടുത്തെത്തിയപ്പോൾ തൻ്റെ പണക്കിഴി അയാൾ ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിട്ടു. എന്നിട്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഭാര്യയും കാമുകനും കൂടി സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിൽക്കലെത്തിയ ബ്രാഹ്മണൻ ഭാര്യയെ വിളിച്ചു. ഭർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ മുറിയിലെ വിളക്കണച്ചു. എന്നിട്ട് വാതിൽ തുറന്നു. ബ്രാഹ്മണൻ മുറിക്കുള്ളിൽ കടന്നു. അതിനിടയിൽ മെല്ലെ കാമുകൻ ഇരുട്ടിൽ മുറിക്കു പുറത്തു കടന്നു. ഭർത്താവിൻ്റെ കയ്യിൽ സഞ്ചി കാണാത്തതുകൊണ്ട് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു, അങ്ങേക്ക് ഭിക്ഷയൊന്നും കിട്ടിയില്ലേ? 1000 പൊൻപണം കിട്ടി, അയാൾ പറഞ്ഞു. എന്നിട്ട് അതെവിടെ? അവൾ അന്വേഷിച്ചു. സ്വർണ്ണ നാണയങ്ങൾ മരച്ചുവട്ടിൽ കുഴിച്ചിട്ട കാര്യം അയാൾ അവളോട് പറഞ്ഞു. അവളാകട്ടെ ഇത്തിരി നേരം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങി ഒളിച്ചു നിന്നിരുന്ന കാമുകനെ കുഴിച്ചിട്ടിരിക്കുന്ന പൊൻപണത്തിൻ്റെ കാര്യം അറിയിച്ചു. പിറ്റേ ദിവസം ബ്രാഹ്മണൻ തൻ്റെ സമ്പാദ്യം തിരികെ എടുക്കാനായി മരച്ചുവട്ടിലെത്തി. പക്ഷേ അപ്പോഴേക്കും പണക്കിഴി നഷ്ടപ്പെട്ടിരുന്നു. അയാൾ നേരെ ബോധിസത്വൻ്റെ അടുത്തേക്ക് പോയി. ദുഃഖിതനായ ബ്രാഹ്മണനെ കണ്ട ബോധിസത്വൻ ചോദിച്ചു, എന്തുണ്ടായി ബ്രാഹ്മണ? ഞാൻ മരച്ചുവട്ടിൽ കുഴിച്ചിട്ടിരുന്ന പൊൻപണം കാണുന്നില്ല. പൊൻപണത്തിൻ്റെ കാര്യം നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിരുന്നോ? ബോധിസത്വൻ ചോദിച്ചു. പറഞ്ഞിരുന്നു സ്വാമി, ബ്രാഹ്മണൻ മറുപടി നൽകി. അത് കേട്ടപ്പോഴേ ബോധിസത്വന് കാര്യം പിടികിട്ടി. അദ്ദേഹം ഒരു തന്ത്രം ആലോചിച്ചു. എന്നിട്ട് കുറേ പണം ബ്രാഹ്മണൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പണം കൊണ്ട് 7 ദിവസം തുടർച്ചയായി നിങ്ങളുടെ വീട്ടിൽ വിരുന്നൊരുക്കണം. ആദ്യത്തെ ദിവസം നിങ്ങളുടെ 7 കൂട്ടുകാരെയും ഭാര്യയുടെ 7 കൂട്ടുകാരെയും ക്ഷണിക്കണം. അടുത്ത ദിവസം 6 പേരെ വീതം. അങ്ങനെ ഓരോ ദിവസവും ആളെ കുറയ്ക്കണം. 7-ാം ദിവസം വരെ തുടർച്ചയായി നിങ്ങളുടെ ഭാര്യയുടെ വിരുന്നുകാരനായി വരുന്ന ആൾ ആരാണെന്ന് എന്നെ അറിയിക്കണം. ബ്രാഹ്മണൻ ബോധിസത്വൻ നിർദ്ദേശിച്ചതുപോലെ എല്ലാം ചെയ്തു.
എല്ലാ ദിവസവും തുടർച്ചയായി ഭാര്യയുടെ അതിഥിയായി വന്ന ബ്രാഹ്മണ യുവാവിനെ അയാൾ ശ്രദ്ധിച്ചു. ആ ആളിനെക്കുറിച്ച് ബോധിസത്വനോട് പറഞ്ഞു. ബോധിസത്വൻ ആ യുവാവിനെ ആളയച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, ഈ ബ്രാഹ്മണൻ മരച്ചുവട്ടിൽ കുഴിച്ചിട്ടിരുന്ന 1000 പൊൻപണം നിങ്ങൾ എടുത്തോ? സത്യം പറയണം. ഞാനെടുത്തില്ല സ്വാമി. അയാൾ അത് നിഷേധിച്ചു. കള്ളം പറയുന്നോ? ഞാൻ സേനകനാണ്. ഇപ്പോൾ തന്നെ ഭടന്മാരെ അയച്ച് നിന്റെ വീട്ടിൽ നിന്ന് പണം പിടിച്ചെടുക്കുന്നുണ്ട്. ബോധിസത്വൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പേടിച്ചു, കുറ്റം സമ്മതിച്ചു. ബോധിസത്വൻ ഭടന്മാരെ അയച്ച് കാമുകൻ്റെ വീട്ടിൽ നിന്ന് 1000 പൊൻപണം പിടിച്ചെടുത്തു. അത് ബ്രാഹ്മണന് തിരിച്ചു കൊടുത്തു. അധർമ്മം പ്രവർത്തിച്ച യുവാവിനെയും ബ്രാഹ്മണ പത്നിയെയും ശിക്ഷിച്ചു. എന്നിട്ടും സാധുവായ വൃദ്ധബ്രാഹ്മണൻ അവളെ ഉപേക്ഷിച്ചില്ല. അയാൾ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. നന്ദി.